അഭിമാനത്തിനൊരു തട്ട് കിട്ടിയാൽ തകർന്നു പോകുന്നവരാണ് ഇന്ന് സമൂഹത്തിൽ പലരും. അതിന് കാരണം ഞാൻ എൻ്റേത് എന്ന അഹങ്കാരത്തിൻ്റെ അടിത്തറയിലാണ് ഓരോ വ്യക്തിയും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നത് എന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആര് വിചാരിച്ചാലും നമ്മളെ തകർക്കാൻ കഴിയും. ഈ അഭിമാനത്തിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ചെറുതായി പോറലേറ്റാൽ പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഈ അഭിമാനമോ മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, പറയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന ചിന്ത എല്ലാവരിലും ശക്തമാണ്. അതിനാൽ ആര് വിചാരിച്ചാലും നമ്മളെ എളുപ്പം തകർക്കാൻ കഴിയും. നമ്മൾ സ്വയം ഒന്നിനും കൊള്ളാത്തവനാണോ കഴിവുള്ളവനാണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തെക്കാൾ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് കഴിയും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ സ്വന്തം കഴിവുകൾ കൊണ്ട് കഴിയും എന്നറിയാമെങ്കിലും സമൂഹം എന്ത് കരുതും എന്ന ചിന്ത കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരെ നമുക്ക് കാണാം. എല്ലാ പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങി വർഷങ്ങളായി വിജയിച്ചു വരുന്ന കുട്ടി ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയാൽ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും കൂടി എഴുതിയാൽ പരാജയപ്പെട്ട പരീക്ഷയിലും ബാക്കി എല്ലാത്തിലും നേടിയതുപോലുള്ള വിജയം നേടാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തൻ്റെ അത്രയും കാലത്തെ മാർക്കുകൾ നോക്കിയാൽ തന്നെ കുട്ടിക്ക് മനസ്സിലാവും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആ കുട്ടിയെ അലോസരപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ പ്രതീക്ഷയുടെ ഭാരമാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകളെ സ്വന്തം അഭിമാനമാക്കി മാറ്റിയിരിക്കുകയാണ് കുട്ടികൾ. അതുപോലെയാണ് ഓരോ വ്യക്തിയും. നമ്മുടെ ഓരോ തകർച്ചയുടെയും കാരണങ്ങൾ ചികഞ്ഞ് ഉള്ളിലേക്ക് പോയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാഹചര്യങ്ങളെ നേരിടാനുള്ള മനോബലം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം എന്നതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കു മുകളിൽ നമ്മുടെ കഴിവുകൾ വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സാഹചര്യത്തിൽ എന്താണ് കൂടുതൽ അഭികാമ്യം എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണമെങ്കിൽ ഇത്തരം അനാവശ്യമായ മാനാഭിമാന ചിന്തകളെ പുറത്തു നിർത്തേണ്ടത് അത്യാവശ്യമാണ്.